കണ്ണൂർ താളിക്കാവിൽ വെച്ച് പുലർച്ചെ 2:30 അർജുനായങ്കിയിലെ പോലീസ് സംഘം പിടികൂടിയത്. അഭിഭാഷക ദമ്പതികളുടെ ഫ്ളാറ്റിൽ നിന്നായിരുന്നു അർജുനെ കസ്റ്റഡിയിലെടുത്തത്. തളിപ്പറമ്പിൽ നിന്ന് പയ്യന്നൂരിലേക്ക് ഓട്ടോയിൽ സഞ്ചരിച്ചതാണ് അർജുന് തിരിച്ചടിയായത്. അർജുനെ തിരിച്ചറിഞ്ഞ ഓട്ടോ ഡ്രൈവർ പോലീസിനെ ഉടൻ വിവരം അറിയിച്ചു. പിന്നാലെയാണ് ഡിഐജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അർജുനെ കുരുക്കിയത്. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ അർജുനായങ്കിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. AK അഭിലാഷും അർജുൻ കല്യാടുമുണ്ട്, ഒപ്പം സജോ ദേവസ്വിയുമുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം AK അഭിലാഷിലേക്ക്. അഭിലാഷ്, അങ്ങനെ ഒടുവിൽ ഇന്ന് പുലർച്ചെ 2:30 അർജുനായങ്കിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് റിമാൻഡിലായിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രുതി, പോലീസും കള്ളനും തമ്മിലുള്ള ആ ഒളിച്ചുകളി അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഇനിയും നിയമവഴികൾ തേടുകയാണ്. യാതൊരു തരത്തിലുള്ള കൂസലുമില്ലാതെയാണ് അർജുനായങ്കി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. നീണ്ട മണിക്കൂറുകളുടെ ചോദ്യം ചെയ്യലിനിടയിൽ പോലും പോലീസിനെ പരിഹസിക്കാനും അതോടൊപ്പം തന്നെ ഉത്തരങ്ങൾ കൃത്യമായി നൽകാനുമാണ് അർജുനായങ്കി ശ്രമിച്ചത്. താൻ നിയമത്തിന്റെ വഴി തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അർജുനായങ്കി ആദ്യഘട്ടത്തിലൊക്കെ പറയുകയും ചെയ്തത്. അതിന് പിന്നാലെ ഊന്നുങ്കൽ പോലീസ് സൈബർ പോലീസിലേക്ക് എത്തി അയാളെ കസ്റ്റഡിയെടുക്കാൻ നീക്കം നടത്തി. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കമായിരുന്നു അവരുടെ ഭാഗത്തുണ്ടായത്. ഏതായാലും അതിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കം സൈബർ പോലീസിന്റെ ഭാഗത്ത് നടന്നു. പക്ഷേ കണ്ണൂരിൽ ഇന്ന് മജിസ്ട്രേറ്റ് അവധിയായതിനെ തുടർന്ന് കൂത്തുപറമ്പിലെ മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഹാജരാക്കിയത്. പക്ഷേ ആ ഘട്ടത്തിൽ അർജുനായുടെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ സമർപ്പിച്ചില്ല. ഇത് തന്ത്രപൂർവമായ ഒരു നീക്കമായിരുന്നു എന്നാണ് പിന്നീട് അഭിഭാഷകൻ തന്നെ പറഞ്ഞത്. ഇതോടുകൂടി തന്നെ അർജുനായങ്കിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടാനുള്ള തീരുമാനം കോടതി എടുത്തു. അതോടുകൂടി 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ എറണാകുളത്ത് നിന്നെത്തിയ പോലീസിന് അയാളെ കസ്റ്റഡിയിൽ വാങ്ങാനോ എറണാകുളത്തിലേക്ക് കൊണ്ടുപോകാനോ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഏതായാലും തലശ്ശേരി സബ് കോടതിയിലേക്ക് 14 ദിവസത്തിലേക്ക് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി എറണാകുളത്തെ പോലീസിന് ഇയാളെ കസ്റ്റഡി ലഭിക്കണമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തണം, അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകണം, അതിനുശേഷം പ്രൊഡക്ഷൻ വാറണ്ട് വാങ്ങിയതിനു ശേഷം മാത്രമേ ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അതോടൊപ്പം തന്നെ അത്തരത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ 2-3 ദിവസത്തേക്ക് പ്രൊഡക്ഷൻ വാറണ്ടിൽ മാത്രമായിരിക്കും വിട്ടു നൽകുക. അതായത് അർജുനായങ്കി വരും ദിവസങ്ങളിലും കണ്ണൂരിലെ ജയിലിൽ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. അതായത് അർജുനായങ്കിയുടെ അഭിഭാഷകൻ സ്വീകരിച്ച തന്ത്രം അവിടെ ഒരു ഘട്ടത്തിൽ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കം നേരത്തെ നടത്തിയിരുന്നു. നാളെ ഹർജി നൽകാനുള്ള തീരുമാനമായിരുന്നു എടുത്തത്. പക്ഷേ ഇനി ആ ഹർജിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് അർജുന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂർ രജിസ്റ്റർ ചെയ്തിരുന്ന മറ്റു കേസുകളിലൊക്കെ ജാമ്യം നേടിയതിനു ശേഷം മാത്രമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഏതായാലും എളുപ്പത്തിൽ അർജുനെ വിട്ടുകൊടുക്കാൻ അർജുന്റെ അഭിഭാഷകർ തയ്യാറാവുന്നില്ല. നിയമത്തിന്റെ വഴികളിലൂടെ തന്നെ ഏറ്റവും വൈകിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് അർജുന്റെ അഭിഭാഷകർ ഇന്ന് സ്വീകരിച്ചത്. ഏതായാലും ഇതിന്റെ തുടർ നടപടികൾ വരും ദിവസങ്ങളുണ്ടാവും. 2-3 ദിവസത്തിനകം ഈ പ്രൊഡക്ഷൻ വാറണ്ടൊക്കെ പുറപ്പെടുവിച്ച് എറണാകുളത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം അല്ലെങ്കിൽ എത്ര നീക്കമായിരിക്കും ഇനി എറണാകുളം പോലീസിന്റെ ഭാഗത്തും ഉണ്ടാവുക.